പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വസിയത്ത് എന്ന് പറയുന്നത് നമുക്കറിയാലോ. ഒരാൾ അയാളുടെ ഏറ്റവും മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ തൻ്റെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഉപദേശങ്ങളെയാണ് വസിയത്ത് എന്ന് പറയാറുള്ളത്. സാധാരണ നൽകുന്ന ഉപദേശങ്ങളെക്കാൾ കൂടുതൽ ഒരു പ്രാധാന്യവും പരിഗണനയും നമ്മൾ വസിയത്തുകൾക്ക് കൽപ്പിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ ചില വസിയത്തുകളുണ്ട്. സൂറത്തുൽ അൻആമിലെ 150, 51, 52 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ചില വസിയത്തുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ദാലിക്കും വസ്സാക്കും ബിഹി, അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയത്തുകളാണ് എന്ന് പറഞ്ഞിട്ട് 9 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കരുത്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇന്ന സ്വലാത്തി വ നുസ്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മുടെ ജീവിതവും മരണവും ആരാധനാകർമ്മങ്ങളും എല്ലാം പൂർണ്ണമായും അള്ളാഹുവിനാവുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കരുത്. രണ്ടാമതായിട്ട് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ഈ പിറവിയെടുക്കുന്നത് ആ മാതാപിതാക്കൾ അവരിലൂടെയാണ്. വബിൽ വാലിദൈനി ഇഹ്സാന, ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ വസിയത്ത്. മൂന്നാമത്തത് വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ മക്കളെ കൊന്നുകളയരുത്. ദാരിദ്ര്യം ഓരോ ഘട്ടത്തിലും മനുഷ്യനെ ഭീതിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വികാരമാണ്. ദാരിദ്ര്യത്തെ ഭയപ്പെട്ടുകൊണ്ട് മക്കളെ വധിച്ച് കളയരുത് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മൂന്നാമത്തെ വസിയത്ത്. മക്കളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതും മക്കൾ വേണ്ടെന്ന് വെക്കുന്നതും ദാരിദ്ര്യത്തിൻ്റെ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവരുത് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നാലാമതായിട്ട് പറയുന്നത് വലാ തഖ്റബു മാലൽ യതീം ഇല്ലാ ബില്ലത്തിഹി അഹ്സൻ, അനാഥകളുടെ സമ്പത്തിനെ നിങ്ങൾ കരുതിയിരിക്കണം. അതിന് അന്യായമായി ആഹരിക്കുന്ന, അനാഥകളുടെ സമ്പത്ത് അന്യായമായി കൈവശപ്പെടുത്തുന്ന, നമുക്കറിയാം പലപ്പോഴും പല വീടുകളിലും മാതാപിതാക്കൾ മരണപ്പെട്ടതിന് ശേഷവും ആ സ്വത്ത് ഭാഗം വെക്കാതെ എല്ലാവർക്കും അവകാശപ്പെട്ടത് 1-2 ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന രീതികൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരാറുണ്ട്. ഒരു കാരണവശാലും അനാഥകളുടെ സമ്പത്ത് അന്യായമായി ആഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അഞ്ചാമതായിട്ട് പറയുന്നത് വലാ തഖ്റബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹ വമാ ബത്തൻ, നിങ്ങൾ ഗോപ്യമായതാകട്ടെ അല്ലെങ്കിൽ പ്രത്യക്ഷമായതാവട്ടെ, പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക എന്നതാണ് അഞ്ചാമത്തെ വസിയത്ത്. ആറാമത്തെ വസിയത്ത്, നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ നന്മയിൽ അധിഷ്ഠിതമായ വഖൂലൂ ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നീതിപൂർവ്വം സംസാരിക്കുകയും നല്ല വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുക. അടുത്തത് പറയുന്നത് ഔഫുൽ ഖൈല വൽ മീസാന ബിൽ ഖിസ്ത്, അളവ് തൂക്കങ്ങളിൽ നിങ്ങൾ കൃത്രിമം കാണിക്കരുത്. നിങ്ങൾ അളന്നോ തൂക്കിയോ കൊടുക്കുന്ന നിങ്ങളുടെ കൊള്ളക്കൊടുക്കുകളിൽ ക്രയവിക്രയങ്ങളിൽ അനീതി ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. അത് വളരെ നീതിപൂർവമായിരിക്കണം. അതിൽ നിങ്ങൾ കൃത്യത വരുത്തണം എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന 8ാമത്തെ വസിയത്ത് എന്ന് പറയുന്നത്. 9ാമതായിട്ട് പറയുന്നത് ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മാർഗമെന്ന് പറയുന്നു. അള്ളാഹു നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന സിറാത്തുൽ മുസ്തഖീം, നമ്മൾ ഓരോ സമയത്തും അള്ളാഹുവിനോട് ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീമുണ്ട്. അള്ളാഹു നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ആ നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ സിറാത്തുൽ മുസ്തഖീമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ. ഇതിന് നിങ്ങൾ പിൻപറ്റുക എന്നതാണ് 9ാമത്തെ വസിയത്ത്. നവരത്നങ്ങളെ പോലെ ഈ 9 വസിയത്തുകൾ നമ്മൾ പാലിക്കുന്നുവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയമാണ് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വാഗ്ദാനം നൽകുന്നത്. അള്ളാഹുവിൻ്റെ വസിയത്തുകളെ അത് അർഹിക്കുന്ന പരിഗണനയോടുകൂടി പാലിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ.